ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ആര് ഭരിക്കും? ഇനി ഏതാണ്ട് 30 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കതിന്റെ സൂചനകൾ ലഭ്യമായി തുടങ്ങും. അത് നമ്മൾ ഈ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ഹരിയാന മുഖ്യമന്ത്രി നായബ് സൈനിക്ക് ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം പലത് കണ്ടിട്ടുണ്ട്. BJPക്ക് ക്ലീൻ സ്വീപ്പ് ഉണ്ടാകും, 400 പാർ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രവചിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യവും ഇങ്ങനെ നടക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. അതെ, എക്സിറ്റ് പോളുകൾ അങ്ങനെ നോക്കുകുത്തിയാകുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഹരിയാനയിൽ BJPക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ JJP അവരുടെ സഖ്യകക്ഷിയായിരുന്നു. ഇത്തവണ ആ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ മുഴുവനായി മാറിയിരിക്കുന്നു. JJP അവരോട് എതിരിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷെ അവിടെ മറ്റു സാധ്യതകൾ BJP തേടുന്നുമുണ്ട്. എന്തായാലും ഹരിയാന സംബന്ധിച്ച് സൈനി രാവിലെ തന്നെ ഇന്ന് വോട്ടെടുപ്പ് ഫലം വരാനിരിക്കുന്ന ആ ദിവസം രാവിലെ തന്നെ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഹരിയാനയിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്ന്. പക്ഷേ ഒരു ആത്മവിശ്വാസവും ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ജമ്മു കാശ്മീരിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നാഷണൽ കോൺഫറൻസും PDPയും കൂടി ഒരു ഫോർമേഷൻ ഉണ്ടാകുമോ എന്നുള്ളത്. ഇനി അഥവാ BJPയും നാഷണൽ കോൺഫറൻസും എന്നൊക്കെ പോലും ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സാധ്യമായ ഒരു സർക്കാരല്ല. പക്ഷെ അങ്ങനെ അസാധ്യമായ ഒരു അലയൻസ് അവിടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ജമ്മുവിൽ എന്തായാലും BJPക്ക് ആയിരിക്കും മേൽക്കൈ, കശ്മീരിൽ എന്തായാലും നാഷണൽ കോൺഫറൻസിനായിരിക്കും മേൽക്കൈ. ഈ കാര്യത്തിൽ എല്ലാവരും ഒരു സമവായത്തിലെത്തുന്നുണ്ട്. ജമ്മുവിൽ BJPക്ക് എത്ര സീറ്റുകൾ കിട്ടും, 30 കടന്ന് എത്ര സീറ്റുകൾ കിട്ടും എന്നുള്ളത് നിർണായകമാണ്. അതേപോലെ തന്നെ കശ്മീരിൽ NCക്ക് 30 കടന്ന് എത്ര സീറ്റുകൾ കിട്ടും, ഇത് വളരെ വളരെ നിർണായകമാണ്. ഒപ്പം ജമ്മുവിനെ സംബന്ധിച്ച് അത് കുറെ കൂടി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം ആണെങ്കിൽ കശ്മീർ വാലി എന്ന് പറയുന്നത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്തവണ. കാരണം പുതിയ കക്ഷികളുടെ എമർജൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. PDP ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള ഒരു സാഹചര്യം പോലും നേരിടുന്നുണ്ട്. 10-ൽ താഴെ ആയേക്കാം. അപ്പോൾ എഞ്ചിനീയർ റഷീദിന്റെ പുതിയ പാർട്ടി എത്ര സീറ്റുകൾ നേടുമെന്നുള്ളത് വളരെ നിർണായകമാണ്. അവാമി ഇത്തിഹാദ് പാർട്ടി എത്ര സീറ്റുകൾ നേടും എന്നുള്ളത് വളരെ നിർണായകമാണ്. 3 മുതൽ 8 സീറ്റുകൾ വരെ ഏതാണ്ട് 7% വോട്ടുകളാണ് എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിക്ക് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. അതോടൊപ്പം അപ്നി പാർട്ടിക്ക് 2 സീറ്റുകൾ വരെ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട്. ഈ സജാദ് ഖനിയുടെ പാർട്ടിക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ. ഈ പറഞ്ഞ ചെറിയ കക്ഷികൾ അല്ലെങ്കിൽ പുതിയ പ്ലേയേഴ്സ് എത്രമാത്രം വോട്ടുകളും എത്രമാത്രം സീറ്റുകളും നാഷണൽ കോൺഫറൻസിൽ നിന്ന് പിടിച്ചു മാറ്റും എന്നുള്ളതാണ് അവിടെ BJPയെ സംബന്ധിച്ച് അവർ അധികാരത്തിലെത്താനുള്ള കീ എന്ന് പറയുന്നത്. ഇങ്ങനെ ശിഥിലീകരിക്കപ്പെടുമ്പോൾ കശ്മീർ താഴ്വരയിലെ ജനവിധി ശിഥിലീകരിക്കപ്പെട്ടാൽ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിക്കും ചെറിയ പാർട്ടികൾക്കുമൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ കശ്മീരിൽ ഒരു ഹങ് അസംബ്ലി, ഒരു തൂക്കസഭ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. വോട്ട് വിഘടിപ്പിക്കാൻ കഴിയുന്ന ആളുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ബീർവായെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഒരു വലിയ ഏറ്റവും അതിവൈകാരികമായ പ്രചാരണം കണ്ട സ്ഥലമാണ് ബീർവായിൽ. അവിടെ ആസാദി ചാച്ച എന്ന് വിളിക്കുന്ന ബീർവായിലും ഗന്ദർബാലിലും മത്സരിക്കുന്നുണ്ട് ഒമർ അബ്ദുള്ളക്കെതിരെയും സർജൻ ബർഖാത്തി. അദ്ദേഹം കുറച്ചു കാലമായി ജയിലിലാണ്, 2018 മുതൽ ജയിലിലാണ്. ജയിലിൽ കിടന്നുകൊണ്ട് എഞ്ചിനീയർ റഷീദിന് തുല്യമായ ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് അദ്ദേഹം നടത്താൻ ശ്രമിക്കുന്നത്. മകളാണെങ്കിൽ അതിവൈകാരികമായ, അവർക്ക് 370യെ കുറിച്ച് പറയേണ്ടതില്ല, അവർക്ക് കാശ്മീരിന്റെ പുതിയ ജനവിധിയെ പറ്റി പറയേണ്ടതില്ല. അവർക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ജയിലിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളതാണ്. അങ്ങനെ അനധികൃതമായെന്നോ അനീതിയിലൂടെ ആണെങ്കിലും ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരെ വലിയ തോതിൽ വൈകാരികമായി സ്വാധീനിക്കുന്ന തരത്തിൽ അത്തരത്തിൽ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന പല ഘടകങ്ങളും കാശ്മീരിൽ ഇത്തവണയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ആദ്യത്തെ പ്രതികരണങ്ങൾ വരുമ്പോൾ ജമ്മുവിൽ 35 സീറ്റ് വരെ കിട്ടുമെന്ന് രവീന്ദർ റൈന BJPക്ക് വേണ്ടി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഒമർ അബ്ദുള്ള പറയുന്നത് എൻ്റെ സഹപ്രവർത്തകർക്കും വിജയാശംസകൾ നേരുന്നു, ഞങ്ങൾ ഏറ്റവും മികച്ച പോരാട്ടം കാഴ്ചവെച്ചു, ഇൻഷാ അല്ലാഹ് ദ റിസൾട്ട് വിൽ റിഫ്ലക്ട് ദാറ്റ് എന്നാണ്. പൂർണ്ണമായ ആത്മവിശ്വാസം കാശ്മീരിനെ സംബന്ധിച്ച്, ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ച് ആർക്കുമില്ല എന്നാണോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ജമ്മുവിൽ ഒരു സമ്പൂർണമായ ഒരു സ്വീപ്പ് അത് ഉണ്ടായാൽ പോലും അവർക്ക് പരമാവധി ലഭിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച് നേരത്തെ അഭിലാഷ് പറഞ്ഞിരുന്നു. ഏതാണ്ട് ആ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റൈനയുടെ പ്രതികരണമായി പുറത്തു വരുന്നത്. ജമ്മു കാശ്മീരിൽ പാർട്ടിക്ക് പരമാവധി 30 മുതൽ 35 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് രവീന്ദർ റൈന പറയുന്നത്. അതായത് കേവല ഭൂരിപക്ഷത്തിന് പിന്നെയും 10 സീറ്റുകൾ, അതായത് 90 അംഗ നിയമസഭയാണെങ്കിൽ 10 സീറ്റുകളുടെ കുറവ് ഇപ്പോൾ തന്നെ ഉണ്ടാകുമെന്ന് BJP ഇത് ആദ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. കാരണം വോട്ടെണ്ണലിന് മുമ്പ് തന്നെ അവരുടെ ഒരു ആത്മവിശ്വാസ കുറവ് ഈ വാക്കുകളിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഈ ജമ്മുവിൽ മാത്രമല്ല, ജമ്മു കാശ്മീരിൽ മൊത്തത്തിൽ 30 മുതൽ 35 സീറ്റ് വരെ എന്നാണ് രവീന്ദർ റൈന പറഞ്ഞിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഇപ്പോഴും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ
കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിച്ചില്ല എങ്കിൽ കൂടിയും PDP ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുടെ പിന്തുണയോടുകൂടി ഈ തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നാഷണൽ കോൺഫറൻസിന്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ഒക്കെ പ്രതീക്ഷ. എനിക്ക് നാഷണൽ കോൺഫറൻസിനേക്കാളും ഇതൊരു വലിയൊരു അഭിമാന പോരാട്ടമായി കരുതുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മെഹബൂബ മുഫ്തിയുമായി നേരിട്ടവർ ബന്ധത്തിലാണ്, അവർ ബന്ധപ്പെടുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ എന്ത് വന്നു കഴിഞ്ഞാലും BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഒരവസരവും ഉണ്ടാക്കരുതെന്ന് കോൺഗ്രസിന് ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെഹബൂബ മുഫ്തിയുമായി അടുത്ത ബന്ധമുള്ള പല കോൺഗ്രസ് നേതാക്കളും ഇതിനോടകം തന്നെ അവരുമായി സമ്പർക്കത്തിലാണ്. സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത, ഒരുപക്ഷെ ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയെക്കാളും സോണിയാഗാന്ധിയുമായി അടുപ്പമുള്ള ഒരു നേതാവാണ് മെഹബൂബ മുഫ്തി. ആ ബന്ധം കോൺഗ്രസ് ഫലപ്രദമായി ഉപയോഗിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നമുക്ക് വോട്ടെണ്ണലിനെ കുറിച്ച് കൂടി ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. ജമ്മു കാശ്മീരിലെ ചില മണ്ഡലങ്ങളിൽ ഈ പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം വോട്ടെണ്ണൽ തുടങ്ങി എന്നതല്ല, സ്ട്രോങ് റൂമിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ തുറക്കുന്നതായിരിക്കും. 8 മണിക്ക് ശേഷമേ EVM-ന്റെ വോട്ടെണ്ണൽ ആരംഭിക്കുകയുള്ളൂ. പക്ഷേ പോസ്റ്റൽ വോട്ട് എണ്ണുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ അതായത് ക്രമീകരണങ്ങളുടെ ഭാഗമായാണ്. ചില മണ്ഡലങ്ങളിൽ മാത്രം ഈ പോസ്റ്റൽ വോട്ടുകൾ നേരത്തെ എണ്ണുന്നതിനുള്ള, അതായത് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഫലസൂചനകളൊക്കെ 8 മണിക്ക് ശേഷമേ പുറത്തു വരികയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ സ്ട്രോങ് റൂം തുറക്കുകയും EVM-ന്റെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. ഏതാണ്ട് 45 മിനിറ്റുകൾക്ക് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയും. ഇത്തവണ അവിടെ വോട്ടെണ്ണലിന് വലിയ ക്രമീകരണങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും അരമണിക്കൂർ കൂടി കാത്തു നിൽക്കാം. ഇപ്പൊ 7:30 കഴിഞ്ഞു, 7:31 ആയിരിക്കുന്നു. നേരത്തെ ANAയോട് ജമ്മു കാശ്മീരിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ PK പോൾ പറഞ്ഞത് 7:30 തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ തരംതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ്. EVM വോട്ടുകൾ 8 മണിക്ക് ശേഷമായിരിക്കും കൗണ്ട് ചെയ്യുക. നമുക്ക് ഒരു 8:30 തന്നെ കാറ്റ് എങ്ങോട്ടാണ് എന്നതിന്റെ പ്രാഥമിക സൂചന ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. 9 മണിയോടുകൂടി തന്നെ ഹരിയാന പ്രവചിക്കപ്പെട്ടതുപോലെയുള്ള വിധിയെഴുത്താണ് നൽകുന്നത് എങ്കിൽ 9 മണിയോടുകൂടി തന്നെ നമുക്ക് കൃത്യമായൊരു ചിത്രം ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ തേരോട്ടമാണോ, കുരുക്ഷേത്ര യുദ്ധം ജയിച്ച കോൺഗ്രസിനെയാണോ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ഹരിയാനയുടെ കാര്യത്തിൽ ഒരു 9 മണിയോടുകൂടി തീർപ്പ് പറയാം എന്ന് തോന്നുന്നു. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ച് അവസാന വോട്ടും എണ്ണി കഴിയുന്നത് വരെ ഈ സസ്പെൻസ് നിലനിൽക്കാനാണ് സാധ്യത. അത് കഴിഞ്ഞാൽ എത്രത്തോളം വലിയ സസ്പെൻസ് കാത്തുവെച്ചിരിക്കുന്നു എന്നതുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ആരാണ് മുഖ്യമന്ത്രി എന്നൊരു ചോദ്യത്തിലേക്ക് വേണമെങ്കിൽ തട്ടിവീണുടഞ്ഞു പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം അവിടെയുണ്ട്. ഇപ്പൊ രവീന്ദ്രൻ പക്ഷേ ഇന്ത്യ ടുഡേയോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ജമ്മുവിൽ നിന്ന് 30 മുതൽ 35 വരെ സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ മാജിക്കൽ നമ്പർ കടക്കാൻ കഴിയും എന്നുള്ളത് അത് അസാധ്യമാണ്. അത് കാരണം ഇനി ഈ റെയ്ന പറയുന്ന 35 സീറ്റ് നേടി എന്ന ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കുക. അവർക്ക് കശ്മീരിൽ പരമാവധി കിട്ടുക ഒരു സീറ്റാണ്, 36. കേവല ഭൂരിപക്ഷത്തിന് അപ്പോഴും അകലെയാണ്. 46 സീറ്റുകൾ. പക്ഷേ അവിടെ ഒരു കാര്യമുള്ളത്, അവിടെ സ്വതന്ത്രർ ഏതാണ്ട് 4 മുതൽ 10 സീറ്റുകൾ വരെ നേടും എന്ന് പറയുന്നത് BJPയുമായി ഒരു തരത്തിലും ചേർന്ന് പോകാൻ കഴിയാത്ത, അതായത് കുറെ കൂടി നമുക്ക് ഇപ്പൊ സജ്ജാദ് ലോണിന്റെ പാർട്ടി ഇത്തരത്തിൽ ഒരു വിഘടനവാദ താല്പര്യം കൂടി മനസ്സിൽ വെക്കുന്ന പാർട്ടികളാണ്. പക്ഷേ ഇപ്പൊ പലതരത്തിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പാർട്ടികളോട് മത്സരിക്കുന്നുണ്ട്. അധികാര രാഷ്ട്രീയമാകുമ്പോൾ ചിലപ്പോൾ പക്ഷേ ചില 10 വർഷം മുൻപ് PDP എങ്ങനെയാണ് BJPയുമായി ചേർന്ന് ഭരിച്ചത്. അത് എന്തൊരു ട്രാപ്പായിരുന്നു അല്ലെ, അത് എത്ര വലിയ ട്രാപ്പായിരുന്നു. ഒരു പക്ഷെ ആ ഭരണം അട്ടിമറിക്കപ്പെട്ടത് ആ 370 എടുത്തു കളയുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തടവിൽ പോകുന്നു. അതിനുശേഷം 10 വർഷക്കാലം അവനവന്റെ വഴിക്ക് ഈ ഭരണം കൊണ്ടുപോകാൻ കഴിയുന്നു. എത്ര വലിയ രാഷ്ട്രീയമായ തയ്യാറെടുപ്പായിരുന്നു. ഏറ്റവും വലിയ ബലിയാട് എന്ന് പറയുന്നത് PDP തന്നെയാണ്. PDP ഇന്ന് കാശ്മീർ താഴ്വരയിൽ ഒരുപക്ഷെ 3-ാം സ്ഥാനത്ത് പോകാൻ ഇടയുള്ള, ഒരുപക്ഷെ 3-ാം സ്ഥാനത്ത് പോകാൻ ഇടയുള്ള, അതായത് ഒരു രണ്ടാമത്തെ ശക്തി ഉയർന്നു വരികയാണെങ്കിൽ 3-ാം സ്ഥാനത്തേക്ക് പോകാൻ ഇടയുള്ള പാർട്ടിയായി PDP മാറി. PDP വീഴും എന്നുള്ളത്, അതായത് അവരുടെ വോട്ട് ഷെയർ വലിയ തോതിൽ കുറയും എന്നുള്ളത് വ്യക്തമാണ്. സീറ്റ് ഷെയർ PDPയെ സംബന്ധിച്ച് വലിയ തോതിൽ കുറയും എന്നുള്ളത് വ്യക്തമാണ്. അപ്പോഴും ഒരു 5 മുതൽ 9 വരെയുള്ള സീറ്റുകൾ PDPക്ക് എക്സിറ്റ് പോളുകൾ കൽപ്പിക്കുന്നു. കഴിഞ്ഞ തവണ 28 സീറ്റുകളാണ്. അതായത് കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ 2014 28 സീറ്റുകളാണ് അന്ന് PDP സ്വന്തമാക്കിയത്. 25 സീറ്റുകളാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്, BJPക്ക് ഉണ്ടായിരുന്നത്. നാഷണൽ കോൺഫറൻസിന് 15. അവിടെയാണ് PDP BJP എന്ന് പറയുന്ന ഒരു സഖ്യം, അവിടെ വലിയ അത്ഭുതം, രാഷ്ട്രീയമായ അത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സഖ്യം ഉണ്ടാവുകയും പക്ഷേ അത് പൊളിഞ്ഞു പോവുകയും ചെയ്തത് മുഫ്തി മുഹമ്മദ് സയ്യിദ് മരിച്ചതിന് ശേഷം പിന്നീടും
വീണ്ടും ആ സഖ്യത്തിന്റെ സാധ്യതകൾ തുറന്നിടാൻ വേണ്ടി മെഹബൂബ മുഫ്തി ഡൽഹിയിൽ പോവുകയും BJP-യുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതൊന്നും മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അവിടെ നിന്നാണ് കാശ്മീരിന്റെ ജനാധിപത്യം ഇങ്ങനെ ഇരുട്ടിൽ നിർത്തിയ 10 വർഷം ഉണ്ടായത്. അവിടെ നിന്ന് BJP-ക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരും, അല്ലെ വലിയ പഴി കേൾക്കേണ്ടി വരും.